പ്രിയമുള്ള പ്രേക്ഷകരെ, 17-ാം നൂറ്റാണ്ടിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സ്വർണ്ണ രത്നങ്ങളുടെ ഖനി ഇന്ത്യയിലായിരുന്നു. ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ ഗോൽക്കണ്ട ഖനിയായിരുന്നു ഏറ്റവും സമ്പന്നമായ ഖനി. അക്കാലത്തെ രാജാക്കന്മാരുടെ എല്ലാ പ്രധാനപ്പെട്ട വജ്രങ്ങളും രത്നങ്ങളും സ്വർണങ്ങളും ഒക്കെ തന്നെ ഈ ഖനിയിൽ നിന്നും കുഴിച്ചെടുത്തിട്ടുള്ളതാണ്. ഇബ്രാഹിം കുത്തബ് ഷാ വാലി എന്ന അക്കാലത്തെ ചക്രവർത്തിയുടെ കാലത്താണ് ആന്ധ്രാപ്രദേശിലെ ഈ ഖനി ലോകം മുഴുവനും പ്രശസ്തമായി വന്നത്. ഗോൽക്കണ്ട ഖനി സംഭാവന ചെയ്ത വളരെ വിശേഷപ്പെട്ട വജ്ര രത്നങ്ങളായിരുന്നു ദാരിയ ഇ നൂർ, കോഹിന്നൂർ തുടങ്ങിയ രത്നങ്ങൾ. പിൽക്കാലത്ത് പേർഷ്യൻ ചക്രവർത്തിയായ നാദിർ ഷാ 1739 ഡൽഹി ഉൾപ്പെടെയുള്ള ദേശങ്ങളെല്ലാം തന്നെ ആക്രമിക്കുകയും ഈ രത്നങ്ങളൊക്കെ തന്നെ കൊള്ളയടിക്കുകയും ചെയ്തു. കോഹിന്നൂർ രത്നവും പീക്കോക്ക് സിംഹാസനവും ബ്രിട്ടീഷുകാർ കൊണ്ടുപോയെങ്കിലും ദാരിയ ഇ നൂർ ഇറാനിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇറാൻ സെൻട്രൽ ബാങ്കിൻ്റെ കസ്റ്റഡിയിലാണ്. 36 ഗ്രാം തൂക്കമുള്ള, അതായത് 182 കാരറ്റ് ഭാരമുള്ള ഈ വിശേഷപ്പെട്ട രത്നം നിങ്ങൾ അറിയുക, മനസ്സിലാക്കുക. കോഹിന്നൂർ രത്നത്തിൻ്റെയും ദാരിയ ഇ നൂർ രത്നത്തിൻ്റെയുമൊക്കെ മാഹാത്മ്യം. നമസ്തേ.